ആ പാടെ 2 എണ്ണമാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഏകദേശം ഇതെല്ലാം പൊട്ടിച്ച് തീർന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പെറുക്കി വെച്ചിരുന്ന ഇതേ കശുവണ്ടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം കിട്ടുമ്പോഴും നമ്മൾ ചുട്ടൊക്കെ കഴിക്കും, പിന്നെ ബാക്കി ഇരുന്നതാണ്. അപ്പോൾ ഇപ്പം നമുക്കൊരാഗ്രഹം ഇതൊന്ന് ഇച്ചിരി ചുട്ട് തിന്നാലോ എന്ന്. അപ്പോൾ അത് നിങ്ങളും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിനകത്തുനിന്ന് പല വലിപ്പത്തിലുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ ചുട്ട് തിന്നുമ്പോൾ എന്തായാലും മോശം വരല്ലല്ലോ, നമുക്ക് നല്ല മുഴുത്തത് നോക്കി നമുക്ക് പെറുക്കിയെടുക്കാം. അപ്പോൾ ഇത് മുഴുവനൊന്നും ചൂടുന്നില്ല, നമ്മൾ കുറച്ച് നമുക്കിപ്പോൾ കഴിക്കാനുള്ളത് മാത്രം നമ്മൾ അപ്പോൾ അതെ വീണ്ടും നമ്മൾ ഒരു കൈ കൂടി എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് എടുത്തിട്ട് കനൽ പെട്ടെന്ന് കെട്ടുപോകും കേട്ടോ. ഇതിൻ്റെ ചൊനയൊക്കെ ചീറ്റിയേ. അപ്പോൾ അടുപ്പയിലുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞു. അപ്പോൾ കുറേ കനലൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു, നമ്മൾ നേരത്തെ പെറുക്കി വെച്ചിരുന്ന കുറച്ച് കശുവണ്ടി ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് കുറച്ച് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. കാരണം നല്ല കനൽ ഇങ്ങനെ പഴുത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ ആരും തന്നെ ഇങ്ങനെ കശുവണ്ടി ചുട്ട് കഴിക്കുന്നവരില്ല. പണ്ടൊക്കെ എല്ലാവരും ഇതുപോലെ കശുവണ്ടി പെറുക്കി വെക്കും. അപ്പോൾ മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്കും ഈ കശുവണ്ടി അടുപ്പിലിട്ട് ചുട്ട് പൊട്ടിച്ചെടുത്തിട്ടായിരുന്നു എല്ലാവരും തന്നെ കഴിക്കുന്നത്. ഇപ്പം എല്ലാം നമുക്ക് അടിപൊളിയായിട്ട് കടകളിലൊക്കെ കിട്ടുന്നത് കൊണ്ട് ആരും തന്നെ ഇതിനൊന്നും മെനക്കെടാറില്ല. അപ്പം നമുക്ക് എന്തായാലും ഇന്ന് കുറച്ച് കശുവണ്ടിയൊക്കെ ചുട്ട് അത് പൊട്ടിച്ച് നമുക്ക് കഴിക്കാം. അപ്പോൾ ഇതേ കനൽ ഇവിടെ നല്ലതായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ കശുവണ്ടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഈ കനൽ കൊണ്ട് ഈ കശുവണ്ടി എല്ലാം കൂടി ഒന്ന് കയ്യെ ഒന്ന് മൂടിയിടാം. ഏകദേശം ഇതൊക്കെ മൂടിയിട്ടിട്ടുണ്ട്, ഇത്രയും മതി. അപ്പോൾ കുറച്ച് നേരം കിടക്കുമ്പോഴത്തേക്ക് ഇത് റെഡി ആയിട്ട് വരും. അപ്പോൾ ഇനി നല്ല പുക വരാൻ തുടങ്ങും. അപ്പോൾ ആ പുകയ്ക്കെന്ന് പറഞ്ഞാൽ ആ പുകയ്ക്ക് നല്ല മണമായിരിക്കും, കശുവണ്ടിയുടെ നല്ല മണമായിരിക്കും. അപ്പം നമ്മുടെ വീടിനടുത്തൊക്കെ ഉള്ള 7 വീട് വരെ ആ മണം ചെല്ലുമെന്നാണ് പറയുന്നത്. കാരണം അത്രയ്ക്കും ആ പുകയ്ക്ക് അത്രയ്ക്കും നല്ല മണമാണ്. ഇതുപോലെ കശുവണ്ടി ചുട്ട് കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ. ഇപ്പോൾ അതേ നല്ല പുകയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പുകയ്ക്കാണ് ഒരു നല്ല മണം വരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കശുവണ്ടി നമ്മൾ തീയിലിട്ടിട്ട് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിരുന്നില്ലെങ്കിൽ ചീറ്റി, അതിൻ്റെ ചൊനയൊക്കെ ഉണ്ട്, അത് ചീറ്റി നമ്മുടെ മേത്തേക്ക് തെറിക്കും, അത് പൊള്ളും. പറയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് തന്നെ ചീറ്റി. പണ്ടൊക്കെ ഉള്ളവരുടെ പ്രധാനപ്പെട്ട ഒരു ഹോബിയായിരുന്നു മഴക്കാലം ആകുമ്പോഴേക്കും ഇതുപോലെ അടുപ്പിലോട്ടിട്ട് ചുട്ട് ഇത് പൊട്ടിച്ച് കഴിക്കുക എന്നത്. അപ്പോൾ അതിന് നല്ല പ്രത്യേക ഒരു ടേസ്റ്റ്. നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നതിനെക്കാട്ടിലും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. ഇതുണ്ടോ, ഇത് കപ്പലണ്ടി കൊള്ളത്തില്ല. ഇതുണ്ടോ,
ഇതൊന്നും കൊള്ളത്തില്ല. ചുമ്മാ ഞാൻ കണ്ടോ, ഇത് കശുവണ്ടി കണ്ടോ, ഒത്തിരി നാളായി ഇരിക്കാനൊക്കെ. ഇതുണ്ടോ, ഇപ്പോൾ നമ്മുടെ കശുവണ്ടിയൊക്കെ നമ്മൾ തല്ലി പൊട്ടിച്ചെടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഇച്ചിരി കരിഞ്ഞിട്ടൊക്കെ ഉണ്ട്, ചിലതൊക്കെ കരിഞ്ഞു പോയി. നമ്മൾ ഇച്ചിരി കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അപ്പം എന്തായാലും ഇതുപോലെ വെച്ചിട്ടാണ് പൊട്ടിച്ചെടുക്കുന്നത്. ഇതൊക്കെ പൂത്ത് പോയി. ഇത് കശുവണ്ടി ഒന്നിനും കൊള്ളുകയില്ല. ഒരെണ്ണം പോലും നല്ലത് എടുക്കുന്നു കാണിക്കാൻ. ിട്ട് കുറച്ചായ കശുവണ്ടിയായിരുന്നു കേട്ടോ. അത് നമ്മൾ ചുട്ടൊക്കെ തിന്നു കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു, പിന്നെ എടുക്കാമെന്നൊക്കെ ഓർത്തുകൊണ്ട് വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഇത് കണ്ടോ, അത് ഇരുന്ന് അത് കുറേ സമയം പോയതുകൊണ്ട് അതിൻ്റെ കാലാവധി കഴിഞ്ഞു പോയി. കുറേ കശുവണ്ടിയും കൊള്ളത്തില്ലാതായി പോയിട്ടുണ്ട്. അപ്പോൾ കൊള്ളുന്ന വേണ്ട കുറച്ചെണ്ണവും നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ, അപ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾ ചുട്ട് തിന്നൊക്കെ നല്ലതായിരുന്നു. അപ്പോൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് പോകും, അതിൻ്റെ അകത്തെ ആ അണ്ടിപ്പരിപ്പ് കേടായി പോകും. അപ്പോൾ നമ്മൾ ഇത്രയും പൊട്ടിച്ചിട്ട് നമുക്ക് നല്ലത് ആ പട 2 എണ്ണമാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഏകദേശം ഇതെല്ലാം പൊട്ടിച്ച് തീർന്നു കേട്ടോ. ചിരട്ടയെ വെച്ച് നമ്മളിതെല്ലാം പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പൊട്ടിച്ചെടുത്തതിൽ ആകെപ്പാടെ കിട്ടിയത് നമുക്ക് 3-4 എണ്ണം നല്ലത് കിട്ടി. അത് 2-3 എണ്ണം കഴിച്ചു. ഇതൊന്നും കുഴപ്പമൊന്നുമില്ല, ഇച്ചിരി കരിവായിപ്പോയി. അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ശരിക്കും ഇത്രയും എണ്ണം പൊട്ടിച്ച് ശരിക്കും ഒന്നും നല്ലതായിട്ട് കിട്ടിയില്ല, എല്ലാം ചീറ്റിപ്പോയി. അപ്പം നമ്മുടെ കശുവണ്ടി ചുടൽ പാളിപ്പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, പാളിപ്പോയിരിക്കുകയാണ്. ഇതൊക്കെ നല്ലതാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ട്. ഇച്ചിരി അതൊരു ഞാൻ ഈ വേസ്റ്റ് എല്ലാം കൂടെ കളയാൻ പോവുകയാണ്. അപ്പോൾ ഇനി നമുക്ക് നല്ല കശുവണ്ടി പരിപ്പ് കിട്ടുമ്പോൾ ഇതുപോലെ നമുക്ക് ചുട്ട് കഴിക്കാം. ഇപ്പോൾ ഇത് നല്ല കശുവണ്ടിയൊക്കെ നമ്മൾ പുറമേ കാണുമ്പോൾ നല്ല അടിപൊളിയായിരുന്നു, പക്ഷേ അത് ഇരുന്ന് അത് പഴകിപ്പോയതാണ്. വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. എന്തായാലും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നിങ്ങളെ കാണിക്കണമെന്ന് തന്നെ വിചാരിച്ചുകൊണ്ടാണ് എടുത്തത്. അപ്പോൾ കിട്ടിയതൊക്കെ ചീത്തയായിപ്പോയി. 2-3 എണ്ണം നല്ലതായിട്ട് കിട്ടിയത് കഴിക്കുകയും ചെയ്തു. പൊട്ടിച്ചപ്പോൾ തന്നെ അത് എൻ്റെ വായിലായി. എന്തായാലും ഇനി നമുക്ക് അടുത്ത ആ സീസണിൽ നമുക്ക് കശുവണ്ടി കിട്ടുമ്പോൾ നമുക്ക് ചുട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം.